ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. ആൻസൈറ്റി ഉള്ള ഒരു വ്യക്തി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഏതാണെന്നറിയോ? ഒരു സംശയം വേണ്ട, ആൻസൈറ്റി ലൂപ്പാണ്. എന്താണ് ലൂപ്പ് എന്നല്ലേ? ഒരവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് ആൻസൈറ്റി ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, ആ കാരണത്തിൽ നിന്ന് ഈ വ്യക്തിക്ക് പുറത്ത് കടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആൻസൈറ്റി ലൂപ്പ്. ഒന്നുകൂടി സിമ്പിളായിട്ട് ഒരു ഉദാഹരണത്തിലൂടെ തന്നെ മനസ്സിലാക്കാം. ഒരു ചെറുപ്പക്കാരന്, അദ്ദേഹം കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത് തൻ്റെ ഭാര്യയ്ക്ക് മുമ്പ് ഒരു അഫെയർ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ അവർ തമ്മിലുള്ള സെക്സ് ചാറ്റിംഗ് അടക്കം കണ്ടു. എപ്പോൾ? കല്യാണത്തിന് മുമ്പാണ് കേട്ടോ. അങ്ങനെ ഈ പെൺകുട്ടിയോട് സംസാരിക്കുകയാണ്. പെൺകുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അതൊക്കെ ഒഴിവാക്കി മറന്നു, ഇനി നിങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താ സംഭവിച്ചത്? പണ്ടത്തെ ഒരു കാര്യം കണ്ടെത്തി അതോടെ തീർന്നു എന്നുള്ളതാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇദ്ദേഹത്തിന് ഇത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ആ സെക്സ് ചാറ്റിങ്ങും മറ്റൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിരന്തരം ഭാര്യയോട് നീ ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ടോ, അയാൾ വിളിക്കുന്നുണ്ടോ, കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കണം. മാത്രവുമല്ല അതിൽ ചാറ്റ് ചെയ്ത ആ ചാറ്റിനെ പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അയാൾക്ക് തന്നെ അറിയാം ഞാൻ ചെയ്യുന്നത് ശരിയല്ല, ഇത് മുമ്പത്തെ സംഗതിയാണ്, മറക്കേണ്ടതാണ്, വീണ്ടും അവളെ ബുദ്ധിമുട്ടിക്കേണ്ട, അവൾക്കിപ്പോൾ ആ വ്യക്തിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കറിയാം. പക്ഷേ ഇദ്ദേഹത്തിന് ഈ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് ചില ആൾക്കാരെങ്കിലും എന്ത് ചെയ്യും? പണ്ടുണ്ടായ അഫെയറുള്ള ആളെ വിളിച്ച് ശല്യപ്പെടുത്തുകയും അയാളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ എത്ര ശ്രമിച്ചാലും ഇയാൾക്ക് സാധ്യമാവില്ല. അതായത് എപ്പോഴും ഇതിനെപ്പറ്റി തന്നെ തർക്കമുണ്ടാവുകയും അവസാനം ഇതൊരു ഡൈവോഴ്സിലേക്ക് എത്തുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആൻസൈറ്റി ലൂപ്പ് എന്ന് പറയുന്നത് അത്രയധികം തകർച്ചയിലേക്ക് നയിക്കുമെന്നർത്ഥം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ലൂപ്പ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ ലൂപ്പ് സംഭവിക്കുന്നതിന് പ്രധാനപ്പെട്ടൊരു കാരണമാണ് ഞാൻ ഇന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് പാരഡോക്സ് മെൻ്റൽ കൺട്രോൾ എന്നൊരു പ്രതിഭാസമാണ്. എന്താണ് പാരഡോക്സ് മെൻ്റൽ കൺട്രോൾ എന്നല്ലേ? നമ്മളൊരു വിഷയത്തെ ശക്തമായി അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഒരു കാരണവശാലും വെളുത്ത പൂച്ചയെ, വൈറ്റ് പൂച്ചയെ ഓർക്കരുത്. പ്രത്യേകിച്ച് കണ്ണൊക്കെ ചുവന്ന് തുടുത്ത ഒരു വൈറ്റ് പൂച്ചയെ ചിന്തിക്കാനും പോലും പാടില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു വൈറ്റ് പൂച്ചയായിരിക്കും. അതേപോലെ നിങ്ങളുടെ മാതാപിതാക്കളെ പറ്റി ഇപ്പോൾ ചിന്തിക്കരുത് എന്ന് പറഞ്ഞാലും അത് തന്നെയായിരിക്കും വരാം. ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടില്ലേ, ഇവിടെ തുപ്പരുത് എന്ന്, അപ്പോൾ അത് കാണുമ്പോൾ തന്നെ തുപ്പാൻ തോന്നും. അതേപോലെ ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കുന്ന ബിരുദന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യരുത് എന്ന് ശക്തമായി നമ്മുടെ മനസ്സിന് നിർദ്ദേശം കൊടുക്കുമ്പോൾ ചെയ്യാനുള്ള ഒരു ത്വര കൂടും. എങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ ഒന്ന് പെട്ടെന്ന് ഉറക്കം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉറക്കം കിട്ടുകയാണോ ഉറക്കം ഇല്ലാതാവുകയാണോ ചെയ്യുക? ഉറക്കം ഇല്ലാതാവുകയാണ് ചെയ്യുക. ഇതേപോലെ തന്നെയാണ് ഈ ആൻസൈറ്റി ഉള്ള ആൾക്കാർ. ആൻസൈറ്റിയുള്ള സംഗതി മറക്കാൻ കഠിനമായി ശ്രമിക്കും. ഞാൻ ഇനി ഓർക്കൂല, ഞാൻ ആ ഭാഗമേ ചിന്തിക്കൂല എന്ന് മനസ്സിന് സ്ട്രെസ്സ് കൊടുത്തിട്ട് മറക്കാൻ ശ്രമിക്കും. പക്ഷേ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ വിപരീത ഫലമാണ് ചെയ്യുക. അതായത് മനസ്സ് അത് തന്നെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. എത്ര മറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് തന്നെ മനസ്സിലേക്ക് കൊണ്ടിടും. ഇത്തരം സാഹചര്യം ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അതിനെ ഓർക്കാതിരിക്കുക എന്നുള്ളതിനേക്കാളും നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അതായത് ശ്രദ്ധ തിരിക്കാൻ, ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റണം. ഞാനൊക്കെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് ആക്സെപ്റ്റൻസ്, ആ ചിന്തയെ ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ നിസ്സാരമാക്കി തള്ളുക എന്നുള്ളത്. മറ്റൊന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യുക, അതിനെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളത്. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ മുമ്പ് അവൾക്ക് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ അതിൽ നമ്മളിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞാൻ അംഗീകരിക്കണം എന്ന രീതിയിൽ അത് അംഗീകരിച്ചിട്ട് അത് വലിയ സംഭവമല്ല എന്ന് സ്വന്തം മനസ്സിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ വ്യക്തി വീണ്ടും വീണ്ടും അതിൻ്റെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് അവളെ നഷ്ടപ്പെടും എന്നുള്ള ഇൻഫീരിയോറിറ്റി, ഒരു അപകർഷതാ ബോധം അല്ലെങ്കിൽ ഒരു അബാൻമെൻറ്റ് പേടിയിൽ നിന്നാണ്. അതായത് നഷ്ടപ്പെടും എന്നുള്ള പേടിയിൽ നിന്നാണ്. ആ പേടിയൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമാണ്, ഇത് മുമ്പ് നടന്ന ബന്ധമാണ്, ഇത്തരം പ്രവൃത്തി അവളിൽ ഇല്ല, മാത്രവുമല്ല അത് മുമ്പ് നടന്ന പ്രവൃത്തിയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു, അങ്ങനൊരു അബദ്ധം അവൾക്ക് സംഭവിച്ചിട്ടുണ്ട്, അത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞ് സ്വയം ആക്സെപ്റ്റ് ചെയ്യാൻ അയാൾക്ക് പറ്റണം. അങ്ങനെ പറ്റുന്ന വ്യക്തികളെ ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കും. പറ്റാത്ത വ്യക്തികളെ നമ്മൾ ഡിസ്ട്രാക്റ്റ് ചെയ്യിപ്പിക്കും. ഡിസ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ശ്രദ്ധ തന്നെ ഇല്ലാതാക്കുന്ന കുറച്ച് കടുങ്കൈ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കും. അതിന് സൈക്കോതെറാപ്പിയിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്, മാർഗ്ഗങ്ങളുണ്ട്. അല്ലാതെ ഞാനങ്ങനെ ചിന്തിക്കൂല, എന്നെ ചിന്ത വന്നാൽ ഞാൻ കൺട്രോൾ ചെയ്യും, ഞാൻ മുറുക്കെ പിടിക്കും എന്നൊന്നും മനസ്സിനോട് പറഞ്ഞാൽ മനസ്സ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യൂല. അതായത് മനസ്സ് ഒരിക്കലും അത് അംഗീകരിക്കൂല. മനസ്സ് ഓപ്പോസിറ്റ് പ്രതിഭാസം കാണിക്കും. എന്താണ് ഓപ്പോസിറ്റ് പ്രതിഭാസം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരഡോക്സ് മെൻ്റൽ കൺട്രോൾ. ചുരുക്കി
പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് പറയുന്നത് ഒന്ന് അത്തരം തോട്ട്സിനെ ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ നിസാരവൽക്കരിക്കാൻ പറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യുക, അതിനെ ശ്രദ്ധ തിരിച്ച് മറ്റൊന്നിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. വീണ്ടും കാണാം. നന്ദി.